നമ്മള് കണ്ടപ്പോഴേ ഞാനൊരു ബൈബിൾ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാനത് കൊണ്ടുവരും. ഷോപ്പിൽ 5 മിനിറ്റ് നോക്കാം. ഒരു മാഗസിൻ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ ഒന്ന് പറഞ്ഞതല്ല ജീവിതമാസം. ഇതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് പോയല്ലേ? അതൊന്ന് തുറക്കും. മറ്റൊരു പേരെടുക്കും. നമുക്കത് എങ്ങനെ പഠിക്കുന്നു എന്നൊരു മോഡൽ ആദ്യം തന്നെ ഇവിടെ ഉണ്ട്. ഈ സൈഡ് ഒരു ഓരോ ഭാഗമുണ്ട്. ഒരു ആദ്യ ഭാഗമുണ്ട്, ഒരു മധ്യഭാഗമുണ്ട്, പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടി നമുക്ക് ചുരുക്കത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് ഇപ്പൊ കുറച്ച് ഒന്ന് നോക്കാം. അല്ലാത്ത ഭാഗം ഒരു മോഡൽ നോക്കാം. ഇതിന്റെ ഒരു ആദ്യ ഭാഗമുണ്ട്. ഞാനത് വായിക്കാം. ഇവിടെ നോക്കിയിരിക്കണേ. ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പല ചോദ്യങ്ങളും അനേകരുടെയും മനസ്സിലുണ്ട്. ഇവയ്ക്കുള്ള ഉത്തരം പലരും ബൈബിളിൽ നിന്ന് കണ്ടെത്തിയിരിക്കും. ഇതിനു പുറമെ ഓരോ ദിവസത്തെയും കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്കുണ്ട്. ഉദാഹരണത്തിന് വീട്ടുചെലവുകൾ എങ്ങനെ നടത്തും, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ. ഇവയ്ക്കുള്ള നല്ല മാർഗനിർദ്ദേശങ്ങളും ബൈബിളിൽ നിന്ന് കിട്ടുന്നു. നിങ്ങൾ അറിയുന്ന മറ്റുള്ളവർക്ക് ബൈബിളിൽ നിന്ന് പ്രയോജനം നേടാൻ കഴിയില്ലേ? ഇവിടെ ടൈറ്റിൽ കേട്ടോ ഈ പാഠത്തിന്റെ ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ്. ചെറിയ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാ പാഠത്തിലും ഇതേപോലെ ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ടാവും ടൈറ്റിലിന് വേണ്ടി. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം കണ്ടോ, ബൈബിൾ ഉത്തരം നൽകുന്ന ചില ചോദ്യങ്ങൾ ഏതെല്ലാം ഒന്ന് വായിക്കാം. ജീവൻ എങ്ങനെ ഉണ്ടായത്? മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? നല്ല ആളുകൾക്ക് പോലും ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും സമാധാനം വേണമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം യുദ്ധങ്ങൾ? ഭൂമി എന്നെങ്കിലും നശിച്ചു പോകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ബൈബിളിന്റെ ഉത്തരം ലക്ഷക്കണക്കിന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ചോദ്യം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ചോദിച്ചത് ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലേ? ഞാൻ കഴിഞ്ഞ ഈ ചോദ്യമാണല്ലോ ചോദിച്ചത്. ഇതിലൊരു ചോദ്യം ചോദിച്ചത്. അപ്പൊ ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പൊ ഓരോ പാഠവും ഇതേപോലെ ഓരോ ചോദ്യത്തിന്റെ ഉത്തരവാണ്. പിന്നെ പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ ഈ മാഗസിൻ എന്താ പഠിക്കുന്നത് ബൈബിളാണ്. അപ്പൊ അതിന്റെ അടുത്ത പാരഗ്രാഫിന്റെ അവസാനം ബാക്കിയുണ്ട് ഉണ്ടോ? ഇനി അടുത്ത പേജിൽ അവിടെ തൊട്ട് പാരഗ്രാഫ് കുറവാണ്, വാക്യങ്ങളാണ് ഇവിടെ കണ്ടോ? അതിന്റെ കാരണം എന്താണെന്ന് നമ്മുടെ ബൈബിളാണ് പഠിക്കുന്നത്. ബൈബിൾ പഠിക്കാനുള്ള സഹായം മാത്രമാണ്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വരുമ്പോ ബൈബിൾ ഉണ്ടല്ലോ കയ്യില്, ബൈബിളിന്റെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ബൈബിളിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇന്നിപ്പോ ഇത്രയും മതി. നമുക്ക് ഇനി അടുത്ത ആഴ്ച. ശരി ശ്രീകുട്ട. നന്ദി. ബൈബിളിലോട്ട് പോകുമ്പോൾ ബൈബിൾ പഠനത്തെ കുറിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നത്? രണ്ടാമത്തെ പേജിൽ എങ്ങനെ